ഇരയിടത്ത് ഇരയ്ക്കൊപ്പം, അതാണ് CPM എന്ന്. അത് വയൽക്കിളികൾ ഉണ്ട് എന്നതുകൊണ്ടും വയൽക്കിളികൾ വിജയിക്കുന്നു എന്നതുകൊണ്ടും വരുന്ന ഒരു വിലയിരുത്തലാണ്. അങ്ങനെ ഇപ്പോൾ CR അവിടെ എത്തും, മറ്റു പലരും എത്തും, വിവിധ വിഭാഗങ്ങൾ എത്തുകയാണ്. അത് AYF കാനത്തിൻ്റെ അനുഗ്രഹാശിസുകളോടെ, BJP വരുന്നു, സുധീരൻ വരുന്നു, കോൺഗ്രസ് വരുന്നു. അപ്പോൾ ഒരു ബഹുജന പരിച്ഛേദം അവിടേക്ക് വരികയാണ്. ഇനി വയൽക്കിളികളെ മാത്രം നേർക്കുനേർ കണ്ട് ബോധ്യപ്പെടുത്തി സമരപ്പന്തലും കത്തിച്ച് തായം കളിച്ച് തീർക്കാൻ കഴിയുന്നതല്ല ഈ വിഷയം എന്ന് CPM മനസ്സിലാക്കിയത് കൊണ്ടാണോ ഇത്ര സംഘടിതമായി ഇതിനെ നേരിടാനുള്ള അവസാനത്തെ ആയുധം CPM പുറത്തെടുക്കുന്നത്? അല്ല വേണു, എനിക്ക് ഈ നേരത്തെ മനോഹരൻ പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത്, ഞാൻ 2 സമരങ്ങൾ ശ്രീ ഗോവിന്ദൻ മാഷെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കേരളത്തിൽ 2002 ആരംഭിച്ച പ്ലാച്ചിമട സമരം, 1 വർഷം ആ സമരപന്തലിൽ കുറച്ച് മൈലമ്മയും ആളുകളും മാത്രം ഇരുന്നു. അന്ന് ആ സമരത്തിനെതിരെ സർവ ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ എത്ര ജാഥകൾ നടത്തി, അതിന് മുമ്പിൽ എത്ര പോലീസ് ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും അതിൻ്റെ വിഷ്വൽ, അതിൻ്റെ പിക്ചർ വേണുവിനും ഒരുപക്ഷെ മാതൃഭൂമിയിലും കാണും. എത്ര പ്രാവശ്യം ഈ വെറും കുറച്ച് ആദിവാസികളുടെ മാത്രം പ്രശ്നമാണ് കൊക്കോകോള, ഈ രാജ്യത്തെ വികസനമാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെതിരെ വലിയ സമരം നടത്തി. മറ്റൊന്ന്, ഗോവിന്ദ മാഷ് അടുത്തുള്ള എൻഡോസൾഫാൻ. എപ്പോഴാണ് എൻഡോസൾഫാൻ പ്രശ്നമാണെന്ന് ഗോവിന്ദ മാഷക്ക് മനസ്സിലായത്? കാഞ്ഞങ്ങാട് വെച്ച് ഒരു യോഗത്തിൽ അടി കിട്ടാതെ ഞാൻ രക്ഷപ്പെട്ടതാ ലീലാകുമാരി അമ്മ അടക്കം. ഇപ്പോൾ ഈ 2 വിഷയത്തിലും ഞാനത് നല്ലതാണ്, 2 വിഷയത്തിലും CPM സമരക്കാർക്കൊപ്പമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമരക്കാർക്കൊപ്പമാണ്. അന്നും ഈ പ്ലാച്ചിമട സമരത്തിൽ വരാൻ CR നീലകണ്ഠനോ മേധാ പട്കറോ പോലെയുള്ള കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് ഈ പറഞ്ഞ ആളുകൾ വന്നത്. നല്ലത്. ഇവിടെയും ഞാൻ മനസ്സിലാക്കുന്നു, ഒരുപക്ഷെ ചില രാഷ്ട്രീയ പ്രാദേശിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും CPMനടക്കം ഈ കാര്യങ്ങൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. അതിന് ശക്തമായ ഒരു ബഹുജന ബോധ്യം സമൂഹത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. കാരണം എൻഡോസൾഫാൻ്റെ ബോധ്യം എപ്പോഴാണ് വന്നത്? പ്ലാച്ചിമടയുടെ ബോധ്യം എപ്പോഴാണ് വന്നത്? വിളപ്പിൽശാലയുടെ ബോധ്യം എപ്പോഴാണ് വന്നത്? ഇതൊക്കെ നമുക്കറിയാം. ഞാൻ അതുകൊണ്ട് അവരെ വിമർശിക്കുന്നില്ല. ബോധ്യം വരാൻ അല്പം സമയമെടുക്കും. നന്ദിഗ്രാമിൻ്റെ ബോധ്യം വന്നത് ബംഗാൾ മുഴുവൻ പോയതിന് ശേഷമാണ്. അത്തരം ഒരവസ്ഥ കീഴാറ്റൂരിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. പക്ഷേ ഇവിടെ പ്രശ്നം വേണു, ബദൽ മാർഗങ്ങളുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ഇതുവരെ വലിയ ചർച്ചയിൽ വരാത്ത ഗോവിന്ദ മാഷക്കും ഒരുപക്ഷെ മനോഹരനും എന്നേക്കാൾ അറിയാം. പാപ്പിനിശ്ശേരിയിൽ നിന്ന് നമ്മുടെ ഇവിടെ വരെ പിലാത്തറ വരെയുള്ള മറ്റൊരു റോഡ് പോകുന്നുണ്ട്. ഞാൻ ആ റോഡിനെ പറ്റി പഠിച്ചപ്പോൾ യഥാർത്ഥത്തിൽ തളിപ്പറമ്പിൽ തൊടാതെ NH66 വേണമെങ്കിൽ പിലാത്തറ വരെ പോകാം. ഒരു ബൈപ്പാസ് തളിപ്പറമ്പിന് ഇപ്പോഴേ ഉണ്ട്, ലോങ് ഡിസ്റ്റൻസ്. അത് വേൾഡ് ബാങ്ക് പണിതാണ് 120 കോടി രൂപയുടെ ഒരു താവത്ത് ഓവർ ബ്രിഡ്ജ്. അത് 15-ൽ തീരേണ്ടത് തീർന്നിട്ടില്ല. അതുകൂടാതെ തളിപ്പറമ്പിൽ മറ്റ് സാധ്യതകൾ, എലിവേറ്റഡ് ഹൈവേ അടക്കമുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും അതൊന്നും പരിഗണിക്കാതെ ഇത്തരത്തിൽ വേണമെന്ന് പറയുമ്പോൾ അവിടെയാണ് CPMന് അബദ്ധം പറ്റുന്നതെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഈ കിളികൾ ചെറുതാണ് എന്ന് പറഞ്ഞ് അവരെ കഴുകനെന്നാണ് മന്ത്രി പറഞ്ഞത്. ഇപ്പോൾ കിളികൾ പോലും ഇല്ല എന്ന് പറയുന്നു, കഴുകനാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഏതായാലും കഴുകനാവട്ടെ കിളിയാവട്ടെ ഒക്കെ കിളിയാണല്ലോ. ശ്രീ കൽപ്പറ്റ അവിടെ ഇരിക്കുന്നതിന് അദ്ദേഹം അതിൻ്റെ ഭാഷ പറയുമായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത്, കിളിയാണെങ്കിലും കഴുകനാണെങ്കിലും അവർ ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് വാദിക്കുന്നത് എന്ന പ്രാഥമികമായ സത്യം CPM മനസ്സിലാക്കണം. കാരണം 2008 നിയമം, അതിനുശേഷമുള്ള കാര്യങ്ങൾ, അവരുടെ മാനിഫെസ്റ്റോയിൽ അവർ പറഞ്ഞിട്ടുള്ളത് 1 ഇഞ്ച് പോലും വയൽ നികത്തില്ല, 6 മാസത്തിനകത്ത് ഡാറ്റാ ബാങ്ക് വരും. വന്നില്ല, വരുമെന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. എപ്പോഴെങ്കിലും വരുമായിരിക്കും. 2 വർഷമായി ഇത് വരുന്നു, ഡാറ്റാ ബാങ്ക് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. വയൽ നികത്തുന്നതിനെതിരായി ഈ ഇടതുപക്ഷം നിൽക്കുന്നതും അതിനു മുമ്പും ഇടതുപക്ഷം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങളൊക്കെ ആറന്മുള അടക്കം നിന്നത് ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ്. ശരി, അപ്പോൾ ഇടതുപക്ഷം മനസ്സിലാക്കട്ടെ. ശരി, ശ്രീ കൽപ്പറ്റ നാരായണനും ഈ ചർച്ചയിൽ പങ്കുചേരുകയാണ്. ശ്രീ കൽപ്പറ്റ നാരായണൻ, ഇവിടെ 56 പേർ ഈ ഭൂമി നൽകാൻ തയ്യാറായിരിക്കുന്നു. 4 പേർക്ക് ഇത് മനസ്സിലാകാത്തത് നിർബന്ധ ബുദ്ധി കൊണ്ടാണ്, യാഥാർത്ഥ്യബോധമില്ലാത്തത് കൊണ്ടാണ്, പിടിവാശി കൊണ്ടാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഈ അംഗബലം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എന്താണോ ഉന്നയിക്കപ്പെടുന്ന വിഷയം അതിനെ കാണാതെ കാര്യങ്ങളെ ലഘൂകരിക്കുന്നത് ഒരിടത് സർക്കാരിന് ചേർന്നതാണോ? കാരണം ഈ സർക്കാരിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു അനുഭവം എന്താണ്? ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശ്രീജിത്ത് എന്ന ഒരു വ്യക്തി 2-2.5 വർഷക്കാലം അവിടെ സമരമിരുന്നു. എല്ലാവരും കൈയൊഴിഞ്ഞ ഒരു വിഷയമായിരുന്നു അത്. ഈ സർക്കാരിന് അത് പൊടിതട്ടിയെടുക്കേണ്ടി വന്നു. CBI അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നയിക്കേണ്ടി വന്നു വീണ്ടും. അപ്പോൾ ഒരു വ്യക്തി വിചാരിച്ചാൽ മതി ഒരു സർക്കാരിന്
നൈതികമായ തീരുമാനങ്ങളിലേക്ക് വീണ്ടും നിർബന്ധിക്കപ്പെടാൻ കഴിഞ്ഞില്ല. ഇവിടെ മറ്റൊരു വേർതിരിവുണ്ടാക്കുകയാണ്. ഇനി 4 പേരെങ്കിൽ 4 പേർ. ജനവാസമുള്ള മേഖലകളിൽ നിന്ന് മാറി ജനങ്ങൾക്ക് കുഴപ്പമുണ്ടാകാത്തൊരു മേഖലയിലൂടെ പോകാൻ അനുവദിക്കൂ ഈ റോഡിനെ, അങ്ങനെ ജനപക്ഷത്ത് ഞങ്ങൾ നിൽക്കുന്നു എന്നിവർ വേഷം കെട്ടുകയാണ്. ഇപ്പോൾ ജനവാസ മേഖലയിൽ ഒരു ജനതയുള്ളതുപോലെ തന്നെയാണ് കർഷക ജനതയും, അതും ഒരു ജനതയാണ് എന്നു മാത്രമല്ല ഈ കാലത്ത് ഏറ്റവും പ്രസക്തമായിരിക്കുന്ന ദേശീയ സ്വഭാവമുള്ള ഒരു സമരമുഖമാണ് ആ വിഭാഗം പ്രതിനിധാനം ചെയ്യുന്നത്. CPM-ന്റെ വിലയിരുത്തൽ തന്നെയാണിത്. ദേശീയ തലത്തിൽ മോദിക്ക് എല്ലായിടവും വെല്ലുവിളിയായി ഉയരുന്ന രാഷ്ട്രീയ ശക്തി ഏതാണ്? ആ പറയുന്ന തൊഴിൽ വർഗം? കർഷകരാണ്. അവർ വ്യാപകമായി അസംഘടിതരുമായിരുന്നു. അവരൊരു പ്രക്ഷോഭത്തിലേക്ക് പോയപ്പോൾ അതുണ്ടാക്കിയിരിക്കുന്ന മാറ്റങ്ങൾ ഏതൊക്കെ തരത്തിൽ എന്ന് ഇഴകീറി പരിശോധിച്ച് അതിൽ ആത്മാഭിമാനം കൊള്ളുന്നവരുമാണ് CPM. എന്നിട്ടാണ് ഈ കണക്കെടുക്കുക, കർഷകരിൽ നിന്ന് മാറി വലിയൊരു ബഹുജനാവലിയുടെ ബുദ്ധിമുട്ടിനെ പറ്റി പറയുക. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു സമാന്തര സമരമുഖം തുറക്കുന്നതിലേക്ക് സംഘടിതമായി നീങ്ങുക. ഇത് വേട്ടക്കാരായി തന്നെ നിൽക്കുകയല്ലേ ഇവിടെ? മഹാരാഷ്ട്രയിൽ ഇരകൾക്കൊപ്പമെങ്കിൽ ഇവിടെ വേട്ടക്കാർക്കൊപ്പമല്ലേ ഈ സർക്കാർ? കൽപ്പറ്റ മാഷേ, താങ്കളോടായിരുന്നു ചോദ്യം. CR നീലകണ്ഠൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട സമരങ്ങളൊക്കെ ആരംഭത്തിൽ കുറഞ്ഞ ആളുകളുടെ പിന്തുണ മാത്രം ഉള്ളതായിരുന്നു. പിന്നീട് മാത്രമാണ് അതിൻ്റെ പ്രാധാന്യം ജനതയ്ക്ക് ബോധ്യപ്പെടുന്നത്. ഈ 4 പേരുടെ നിലപാടും അതിശക്തമായിട്ടുള്ള നീതിയുടെ പക്ഷത്ത് നിന്നുള്ള നിലപാടാണ്. അത് ക്രമേണ ശക്തി കൈവരിക്കുക തന്നെ ചെയ്യും. ഇന്ന് നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ ഒരു തമാശയുണ്ട്. ഈ ഹൈവേ പിന്നെ ആകാശത്തിലാണോ പണിയുക എന്ന്? കഴിയുന്നതും ആകാശത്ത് പണിയുന്നതാണ് ശരി ഗോവിന്ദൻ മാസ്റ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എവിടെ ആകാശത്തിൽ പാത പണിയാൻ പറ്റുമോ അവിടങ്ങൾ പണിയുകയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന സ്ഥലങ്ങളിൽ നിന്ന് പാത മാറ്റുകയുമാണ് ചെയ്യേണ്ടത്. CR നീലകണ്ഠനൊപ്പം സൂചിപ്പിച്ചു, തളിപ്പറമ്പിൽ ഇങ്ങനെ ഈ വിധത്തിൽ ഒരു സാധ്യതയുണ്ടെങ്കിൽ, തളിപ്പറമ്പിൽ മാത്രമല്ല കേരളത്തിൽ പലയിടങ്ങളിലും ഇത് തന്നെ സംഭവിക്കാൻ പോകുന്നു. ദേശീയപാത എവിടെയുണ്ടോ അവിടെയൊക്കെ ദേശീയപാത വികസിപ്പിക്കുകയും ബദൽ മാർഗങ്ങൾ ആരായാതിരിക്കുകയും ദേശീയപാത വികസിക്കാൻ പറ്റാത്തിടത്ത് നിശ്ചയമായിട്ടും ഈ ആകാശപാതകൾ നിർമ്മിക്കുകയും മാത്രമാണ് ഭാവിയിലേക്കുള്ള പോംവഴിയെന്ന് ഞാൻ വിചാരിക്കണം. കുറച്ച് കാലം കഴിഞ്ഞാൽ 10-15 വർഷം കഴിയുമ്പോൾ ഇന്ത്യയിൽ ഒട്ടാകെ ആകാശപാതയാകും. ഇപ്പോഴെന്തിനാ അതിനെക്കുറിച്ച് ബേജാറാകുന്നത്? അതിന് പണം അധികമായി പോകുമെന്ന് സംസ്ഥാന ഗവൺമെൻറ് സങ്കടപ്പെടുന്നതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം കേന്ദ്ര ഗവൺമെൻറ്റാണ് അതിന് പണം ചെലവഴിക്കേണ്ടത്. മാത്രമല്ല ഇപ്പോൾ നഷ്ടപ്പെടുന്നത് കൂട്ടി നോക്കിയാൽ ഭാവിയിൽ വരാവുന്ന വലിയ കാലം കണ്ടുകൊണ്ട് വേണം നമ്മൾ പ്ലാനിങ് ആസൂത്രണം ചെയ്യേണ്ടത്. അങ്ങനെ ഈ കാലം കണ്ടുകൊണ്ട് ആലോചിച്ചാൽ എലിവേറ്റഡ് ഹൈവേ ഒരു നഷ്ടമേ അല്ല, അത് മാത്രമാണ് വയബിൾ എന്ന് കാണാൻ സാധിക്കും. കഴിവതും ഈ ദേശീയപാത വികസിപ്പിക്കുക, നിവൃത്തിയില്ലാത്ത ഘട്ടങ്ങളിൽ മാത്രം. തളിപ്പറമ്പിൽ അങ്ങനെയൊരു സാധ്യതയുണ്ട് എന്നാണ് നേരത്തെ സൂചിപ്പിച്ചത്. ആ സാധ്യതകൾ പരിഗണിക്കുക. പുതുതായി ഒരു പാതയുണ്ടാക്കാതിരിക്കുക. പുതുതായി ഒരു പാതയുണ്ടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ഇങ്ങനെ വയലുകളാണ്, ഇങ്ങനെ മലകളാണ്, ഇങ്ങനെ പുഴകളാണ്, രാജ്യത്തിൻ്റെ പരിസ്ഥിതിയാണ്. ഈ മഹാനാശങ്ങൾ ഒഴിവാക്കുക എന്നതാണ് പ്രധാനം. സീറോ വാട്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ലോകം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി ഇതാ ആഫ്രിക്കയിൽ കേപ്പ് ടൗണ് അതിനു വേണ്ട പ്രതിരോധങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. അടുത്ത സ്ഥലം ബാംഗ്ലൂരാണത്രേ ഇന്ത്യയിലേത്. നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നു ഈ അവസ്ഥ, ജലമില്ലാത്ത ഈ അവസ്ഥ. ഈ അവസ്ഥയ്ക്കുള്ള ഒരു പ്രതിരോധത്തിന് വേണ്ടി കൂടിയാണ് ഈ 4 പേർ നിൽക്കുന്നത്. അവരുടെ കൂടെ നിൽക്കാത്ത 56 പേർ പശ്ചാത്തപിക്കും. അവർ ഭാവിയിൽ തങ്ങൾ ചെയ്തത് എന്തൊരു രാജ്യദ്രോഹമാണ് എന്ന് മനസ്സിലാക്കും. ഇവിടെ CPM രാജ്യദ്രോഹത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നു. അതിനെ എതിർക്കുന്നവരൊക്കെ വാസ്തവത്തിൽ സമുദായത്തിൻ്റെ, കേരളത്തിൻ്റെ ഭാവിയുടെ, നമ്മുടെ പരിസ്ഥിതിയുടെ ഭാഗത്ത് നിൽക്കുന്നു. അതുകൊണ്ട് ഗോവിന്ദൻ മാസ്റ്റർ ആകാശപാത തന്നെയാണ് വഴി. സാധിക്കുമെങ്കിൽ എവിടെ ആകാശപാത സാധിക്കുമോ അവിടെയൊക്കെ ആകാശപാത വരേണ്ടതുണ്ട്. നമ്മുടെ ദേശീയപാത വികസിപ്പിക്കുകയുമാണ് വഴി, അല്ലാതൊരു വഴി ഇതിനില്ല. ശരി,
ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, ഇതിനെല്ലാം മറുപടി പറയാം അങ്ങേക്ക്, സമയവും തരും അങ്ങേക്ക്. പക്ഷെ ഒറ്റ ചോദ്യം കൂടി എനിക്ക്. ഒരു ബദൽ ആരായേണ്ടത് ആരാണ്? സർക്കാരാണ് സർ. ഒരു ബദൽ കണ്ടെത്തേണ്ട ആദ്യത്തെയും അവസാനത്തെയും ഉത്തരവാദിത്തം സർക്കാരിനാണ്. അത് കൊണ്ടുവരൂ, വേറെ എവിടെയെങ്കിലും ഭൂമി കാട്ടിത്തരൂ, അപ്പോൾ ആലോചിക്കാം എന്ന് പറയാനല്ല ഒരു സർക്കാർ ഉണ്ടാകേണ്ടത്. ദാ ഞങ്ങൾ ബദൽ അന്വേഷിക്കുന്നു, ബദൽ കൊണ്ടുവരുമെന്ന് പറയാനാണ് ഒരു സർക്കാർ ഉണ്ടാവേണ്ടത്. അതെ വേണു, ഇവിടെ മലയാള പദത്തിൽ ഒരുപാട് വിശേഷണങ്ങളോടുകൂടി CPM-നെയും മലയാള പദത്തിലെ ഒരുപാട് പദങ്ങൾ ഉപയോഗിച്ച് CPM-നെയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെയും ബത്സിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചർച്ചയിൽ പങ്കെടുക്കുന്ന 4 പേരും അതിൻ്റെ ഒപ്പം നിൽക്കുന്ന നിങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒറ്റക്കാണ് മറുപടി പറയേണ്ടത് എന്നുള്ളതുകൊണ്ട് എനിക്ക് മറുപടി പറയാൻ സമയം തരണം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ബൈപ്പാസ് ഉണ്ടാക്കുക എന്നുള്ളത്, നാഷണൽ ഹൈവേക്ക് ബൈപ്പാസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ നാഷണൽ ഹൈവേക്ക് ബൈപ്പാസ് ഉണ്ടാക്കുമ്പോൾ കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെ ബൈപ്പാസിനാവശ്യമായ രീതിയിലുള്ള സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും. കഴിഞ്ഞ UDF-ൻ്റെ ഗവൺമെൻറ് 1 ഇഞ്ച് സ്ഥലം ഞങ്ങൾ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഹൈവേ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് പോയതാണ്. കൂടംകുളത്തിൽ നിന്ന് വൈദ്യുതി ഇങ്ങോട്ട് കൊണ്ടുവരാൻ ലൈൻ വലിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഗയൽ പദ്ധതിക്ക് വേണ്ടി ഭൂമി എടുക്കാനാവില്ല എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചതാണ്. അതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇപ്പോഴും ഓരോന്നോരോന്നായിട്ട് പൂർത്തിയാക്കാനുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ ആകാശത്തുകൂടെ നമുക്ക് റോഡുണ്ടാക്കാം എന്നുള്ളതാണ്, അത് വേറെ ചർച്ച ചെയ്യേണ്ടിയാണ്. ഇവിടെ തന്നെ 100-700 മീറ്റർ യഥാർത്ഥത്തിൽ ആകാശത്തിലൂടെയുള്ള റോഡ് ഉണ്ടാക്കാനാവുമെന്ന് തന്നെയാണ് ആ പ്രോജക്റ്റിലുള്ളത്. അതെവിടെയൊക്കെ വേണമെന്നുള്ളത് തീരുമാനിക്കാനും പറ്റും. അതിനൊന്നും യാതൊരു തർക്കം ഇവിടെ ആർക്കുമില്ല. അപ്പോൾ ഇവിടെ 190 വരുന്ന കിലോമീറ്റർ വരുന്ന ഈ കീഴാറ്റൂർ മുതൽ കോട് വരെയുള്ള സ്ഥലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശുദ്ധജലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കാരണം അവിടെ വയലുകൾ 6 പ്രദേശത്തായിട്ടാണ് ഈ വയലുള്ളത്. ഒരു പ്രദേശത്തെ വയൽ മാത്രമാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ചെറിയ വയലാണ്, 100-300 മീറ്റർ മാത്രമേ ഉള്ളൂ നീളം. അതിൻ്റെ ഇപ്പുറത്തുള്ളൊരു 100-200 മീറ്റർ മാത്രമേ ഉള്ളൂ. ആ 2 കഴിഞ്ഞാൽ ബാക്കിയുള്ള 4 സ്ഥലമുണ്ട്. ആ സ്ഥലം മുഴുവൻ ഈ വെള്ളം സംഭരിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജലസംഭരണികളായിട്ട് തുടരും. കാരണം കാക്കയം ചാലിൽ നിന്ന് വരുന്ന തോട്, ആ തോട് കാക്കാഞ്ചാലിൽ നിന്ന് കോട്ടയ്ക്ക് വരുന്ന ആ തോട് യഥാർത്ഥത്തിൽ തൊടുന്നേയില്ല. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് റോഡിൻ്റെ ഭാഗമായിട്ട് വരുന്നേയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ 5 ഏക്കർ സ്ഥലമാണ് ഈ ബൈപ്പാസിന് വേണ്ടിയിട്ട് ഏറ്റെടുക്കേണ്ടി വരുന്ന പ്രധാനപ്പെട്ട നെൽപ്പാടം. ആ നെൽപ്പാടത്തിൽ 1.5 ഏക്കർ സ്ഥലം യഥാർത്ഥത്തിൽ പത്മനാഭ മാഷ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പത്മനാഭ മാഷ കുടുംബം എന്ന് പറയുന്ന ഇവർക്കെല്ലാം അറിയാം. ഇവിടെയുള്ള അടുത്ത UP സ്കൂളിലെ ഹെഡ് മാസ്റ്ററും അതുപോലെ തന്നെ അതിന് മാനേജറുമായിരുന്നു. എൻ്റെ ഒരു സുഹൃത്തുമായിരുന്നു. അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനാണ് അവിടെ 25 കൊല്ലമായിട്ട് കാട് കയറി കിടക്കുകയാണ്. അതുൾപ്പെടെ 1.5 ഏക്കറയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള വളരെ ചുരുക്കം ഏക്കർ സ്ഥലം മാത്രം നികത്തി വലിയ പ്രയാസമില്ലാതെ തളിപ്പറമ്പ് ബൈപ്പാസിന് അല്ലെങ്കിൽ നാഷണൽ ഹൈവേക്ക് ബൈപ്പാസ് ഉണ്ടാക്കാൻ കഴിയുന്ന സ്ഥലമാണ് ഈ പറയുന്ന കീഴാറ്റൂർ പറയുന്ന പ്രദേശം. അവിടെ ഒരു പ്രശ്നവും അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാൻ പോകുന്നില്ല. ആളുകൾ ആ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറുമാണ്. അവരെല്ലാം മഹാഭൂരിപക്ഷവും വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മതപത്രം നൽകി കഴിഞ്ഞു. പിന്നെ നിങ്ങളവിടെ ആർക്ക് വേണ്ടിയിട്ടാണ്? ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞത്. അവിടെ 56 ആളുകൾ ഭൂമി കൊടുക്കാൻ തയ്യാറാവുകയും 4 ആളുകൾ ഭൂമി കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ ഭൂമി കൊടുക്കാതിരിക്കുന്നവരോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ ഭാവിയിൽ ഈ CPM എന്ന് പറയുന്നത് ഏറ്റവും വലിയ കുറ്റവാളികളാണ് എന്ന് പ്രഖ്യാപിക്കുന്നൊക്കെ പറയുന്നില്ല. എന്തെങ്കിലും കാര്യമുണ്ടോ? ഇവിടെ ഈ നാഷണൽ ഹൈവേ ഫലപ്രദമായിട്ട് സംഘടിപ്പിക്കാനാവണം. ഗോവിന്ദ മാഷെ, ഞാനൊന്ന് ഇടപെടുകയാണ്. താങ്കൾ ഏകദേശം കാര്യങ്ങൾ വിശദീകരിച്ചതുകൊണ്ട് ഒന്നാമതായി സർക്കാർ ബദൽ മാർഗം കൊണ്ടുവരണം. അതിലെ ആദ്യത്തെയും അവസാനത്തെയും ഉത്തരവാദി സർക്കാരാണ് എന്ന ബോധ്യം ഒരു ജനകീയ സർക്കാരിനുണ്ടാകണം ഗോവിന്ദൻ മാഷെ. അതാണ് ഒന്നാമതായി വേണ്ട കർത്തവ്യം, ഒരു സർക്കാരിന്റെ കർത്തവ്യം. അതല്ലാതെ നിങ്ങൾ ആരെങ്കിലും ബദൽ ഒരു ബദലുമില്ല ഇവിടെ, ഇത് മാത്രമാണ് പോംവഴി എന്ന് പറയാൻ ഒരു സർക്കാർ വേണ്ട, ഒരു പിടിവാശിക്കാരൻ മതി. കൃഷിയുടെ വികസനം കാണണം.
അല്ല, പിടിവാശി നിങ്ങൾക്കൊക്കെയാണ് പിടിവാശി. ഇത് ഒരു തരത്തിലും അനുവദിക്കൂല. ഇതിന് പാര വെച്ചേ അടങ്ങുന്നുള്ള പിടിവാശിയുള്ള അങ്ങനെയല്ല ഗോവിന്ദ മാഷേ. ഗോവിന്ദ മാഷി ആളുകളോടൊപ്പമല്ല പറയുന്ന കാട് പിടിച്ചടക്കുന്ന ഒരു സ്ഥലം മാത്രമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇനി ആകാശപാത പോലെ ഇവിടെ അങ്ങ് പറയുകയുണ്ടായി ദേശീയപാത വികസനം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വേണം എന്ന്. അവിടെ നിന്ന് മാറി നിൽക്കാൻ ഈ പറയുന്ന മേഖലയ്ക്ക് മാത്രമായി കഴിയില്ല. പക്ഷേ ഇവിടെ മുഴുവൻ ഈ ദേശീയപാത വികസനത്തിന്റെ വിവിധ ഘട്ടങ്ങൾ നടന്നതെല്ലാം വയലുകൾ കേന്ദ്രീകരിച്ചാണ്. വയലുകൾ കേന്ദ്രീകരിച്ചാണ്. ഇവിടെ ദേശീയപാത വികസനത്തിന്റെ ഓരോ ഘട്ടവും കടന്നപ്പോഴെല്ലാം വിട്ടുകൊടുക്കപ്പെട്ട ഭൂമി ഈ പറയുന്ന രൂപത്തിൽ വയലുകളാണ്. അങ്ങനെ എടുക്കുമ്പോൾ വയല് കണക്ക് കൂട്ടുമ്പോൾ ഒരു മഹാസംഖ്യയാണ്. അതിന്റെ തുടർച്ചയാണ് കാണുന്നത്. സ്വാഭാവികമായും എല്ലായിടവും പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിഷേധത്തിന്റെ ഒരറ്റത്തെ പ്രതിനിധീകരിക്കുന്നു ഇപ്പോൾ കീഴാറ്റൂരും. ഇല്ല, എവിടെയും പ്രതിഷേധം ഉണ്ടായിട്ടില്ല. എല്ലാവരും ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാതെ എടുത്തിട്ടില്ല. അത് അക്വിസേഷൻ്റെ ഭാഗമായിട്ട് എടുക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടെ തന്നെ 3-4 ആളുകൾ ഭൂമി വിട്ടുകൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവിടെ അങ്ങനെ തടസ്സം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അഥവാ തടസ്സം നിൽക്കുകയാണെങ്കിൽ ആവശ്യമായ നിലപാട് സ്വീകരിക്കേണ്ടി വരും. അത് വളരെ 5 സെന്റ് 10 സെന്റൊക്കെയാണ് ഭൂമി. നമ്മൾ കാണുന്ന പോലെ വലിയ ഒരു വലുതും ചെറുതുമൊക്കെ താങ്കളുടെ ഒരു ഉറച്ച ഈ പറയുന്ന കീഴാറ്റൂർ പദ്ധതിക്ക് വേണ്ടിയുള്ള നിലപാടിന്റെ ഭാഗമായി നടത്തുന്ന വളരെയധികം ആത്മനിഷ്ഠമായ താരതമ്യമാണ്. അതാണ് പ്രശ്നം. ഇവിടെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം നിങ്ങൾ കാണാതിരിക്കുന്നത് ഇപ്പോൾ ഈ പറയുന്ന 3 വയലുകളെ ബാധിക്കുന്ന ഒരു നിമിഷം സാർ, ഈ 3 വയലുകളിൽ കുറച്ചൊരു ഭാഗത്തെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായി ഇത് അവതരിപ്പിക്കുകയാണ്. പക്ഷേ 1.8 ലക്ഷം ടൺ മണ്ണ് വേണം അവിടെ ഉയർത്താൻ എന്ന് പറയുന്നു. ഒരു നിമിഷം അല്ലല്ല, അവിടെ തൊട്ടടുത്തിരിക്കുന്ന മനോഹരനെ ആദ്യം ബോധ്യപ്പെട്ടു. പിന്നെ തിരുവനന്തപുരത്തുള്ള ഞങ്ങളൊക്കെ അവിടെ ഒരു കൊടിക്കീഴിൽ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വരെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ ആദ്യം ബോധ്യപ്പെടുത്തു. തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പ്രചരിപ്പിക്കാൻ പാടില്ല. അല്ല, ഈ പറയുന്ന തരത്തിലുള്ള ബാലിശമായ വാദങ്ങൾ വെക്കാൻ അങ്ങൊരു താത്വികാചാരനല്ലേ ജനാധിപത്യത്തിനുള്ള പരിപാടിയാണ്. CPM-ന്റെ പരിപാടിയൊന്നുമല്ല, ഗവൺമെന്റിന്റെ പരിപാടി എന്ന് പറയുന്നത് CPIM-ന്റെ പരിപാടിയാണെന്നാണ് ധരിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേക പരിപാടിയൊന്നുമില്ല. ഗവൺമെന്റിന്റെ പരിപാടിയാണ്. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മണ്ണിട്ട് ഉയർത്തിയിട്ട് വലിയ രീതിയിൽ 8 മീറ്ററൊക്കെ ഉയർത്തുന്നു. 2.5 മീറ്ററാണ് ഉയർത്തുന്നത്. അല്ലല്ല, ചോദ്യം ചോദിക്കും, ഞാൻ കേട്ടില്ല. എന്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. ഇന്നലെ VD സതീശൻ പറയുകയായിരുന്നു അവിടെ എത്രത്തോളം മണ്ണിടേണ്ടി വരും, നിയമസഭയിൽ മണ്ണിടേണ്ടി വരുന്നത് എത്രത്തോളമാണ് എന്നതിന്റെ കണക്ക് അദ്ദേഹം നിരത്തുകയാണ്. എന്നിട്ട് ഒരു നിമിഷം, ആ മണ്ണിനു വേണ്ടി കുന്നിടിക്കണം. ആ കുന്നിടിക്കുന്നതിന് വേണ്ടി ആ കുന്ന് വാങ്ങിയ റിയൽ എസ്റ്റേറ്റ് ലോബി ഇപ്പോൾ തന്നെ അവിടെ നിൽപ്പുണ്ട്, ഇതിനു വേണ്ടി തയ്യാറാണ്. അപ്പൊ ഒരു നിമിഷം, ഇതൊരു ശൃംഖലയാണ്. നിങ്ങൾ ഈ നെൽവയലിലൂടെ തന്നെ ഈ പാത വികസിപ്പിക്കുമെന്ന് പറയുമ്പോൾ ഒരു നിമിഷം അവിടേക്ക് മണ്ണിടണമെങ്കിൽ കുന്നിടിക്കണം. അപ്പോ അതിന്റെ ആഘാതം കുന്നിടിക്കലിലേക്ക്. ഇനി ഒരു നിമിഷം മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോകണം. കല്ലുൾപ്പെടെയുള്ളത് അങ്ങേയറ്റം പാരിസ്ഥിതിക ദുർബല മേഖലകളിലെല്ലാം ക്വാറികൾ എന്തുകൊണ്ട് ഇത്ര ശക്തമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നു? അതിനുള്ള ഇന്ധനമാണ് നിങ്ങളുടെ ഈ പദ്ധതി. ഇനി പുഴയിൽ നിന്ന് മണലൂറ്റിക്കൊണ്ടുവരും ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തികൾക്കൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ പാരിസ്ഥിതിക ദുരന്തത്തിന്റെ ഒരധ്യായം കൂടിയാണ് നിങ്ങൾ രചിക്കുന്നത്. നിങ്ങൾ വലിയ ആവേശത്തോടെ പറഞ്ഞല്ലോ, ഭൂമി എടുക്കുന്നതിൽ നിന്ന് ഉമ്മൻചാണ്ടി പിന്മാറി, ഗെയിൽ വാതക പൈപ്പ് ലൈനിൽ നിന്ന് ഉമ്മൻചാണ്ടി പിന്മാറി, ഞങ്ങളതെല്ലാം നടപ്പാക്കാൻ പോകുന്നു എന്ന്. അവിടെ ഏതൊരു ചെറിയ എതിർസ്വരവും 56-4 കണക്ക് വെച്ചല്ല കഴിഞ്ഞ സർക്കാർ കണ്ടിരുന്നത് എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾ ഗവൺമെന്റിനെ പിന്തുണച്ചോ, UDF-ന്റെ ഗവൺമെന്റിനെ, ഞങ്ങൾക്ക് അതിലേക്ക് തർക്കമില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ ഓരോ സന്ദർഭത്തിലുണ്ടാകുന്ന ആക്സിഡന്റിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരന്തരം നിങ്ങൾ തന്നെ അവിടെ ഇരുന്നിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചയുണ്ട്. ഈ എന്തൊരു ഗവൺമെൻറ്റാണ്? ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമില്ലേ? കേരളത്തിലെ വാഹനങ്ങൾക്ക് പോകാൻ സഞ്ചരിക്കാൻ സംവിധാനം ഉണ്ടാക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമല്ലേ എന്ന് ചോദിക്കുന്നവരാണ് വേണു ഉൾപ്പെടെയുള്ള ആളുകൾ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ നേരത്തെ പറയാം, 1,50,000 ടൺ മണ്ണാണ് അവിടെ വേണ്ടത്. 1,50,000 ടൺ മണ്ണ്. അതൊരു കുന്നും ഇടിക്കേണ്ട കാര്യമില്ല. ഈ നാഷണൽ ഹൈവേ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുന്നൻ പ്രദേശങ്ങളിൽ നിന്ന് സ്വാഭാവികമായിട്ടും വീതി കൂട്ടുമ്പോൾ കിട്ടുന്ന മണ്ണ് മാത്രം ഉപയോഗിച്ചാൽ ആ പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് ഒരു കുന്നും ഒരു റിയൽ എസ്റ്റേറ്റുകാരൻ്റെ കുന്നും അവിടെ ഇടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് പ്രോജക്റ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് 1,50,000 ടൺ മണ്ണ്
ഈ പറയുന്ന ഹൈവേ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മേലെ വികസിപ്പിക്കാൻ പോകുമ്പോൾ 45 മീറ്ററിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന മണ്ണ് മാത്രം ഉപയോഗിച്ച് ഇത് നികത്താനാവുമെന്നാണ്. അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 2.5 മീറ്ററാണ്. ആ 2.5 ഗോവിന്ദ മാഷെ, അങ്ങയുടെ മന്ത്രിസഭയിലെ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് സർക്കാർ ഒന്ന് കണ്ണടച്ചാൽ, ഇപ്പൊ നാഷണൽ ഹൈവേയുടെ കാര്യമൊക്കെ പോട്ടെ, അങ്ങ് പറഞ്ഞല്ലോ ഇത്ര ടൺ മണലാണ് വേണ്ടത്, അത് ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അതിനപ്പുറവും ഇപ്പുറവും അതിനാവശ്യം വരില്ല, അതിന് റിയൽ എസ്റ്റേറ്റ് ലോബി കാത്തിരിക്കേണ്ട എന്നൊക്കെ. ഇവിടെ ആരെ പറഞ്ഞാണ് പറ്റിക്കുന്നത്? നിങ്ങളുടെ മന്ത്രി പറയുകയായിരുന്നു സർക്കാർ ഒന്ന് കണ്ണടച്ചാൽ കരാറുകാരും, അല്ല ഒരു നിമിഷം, കരാറുകാരും PWD ഉദ്യോഗസ്ഥരും കട്ടുകൊണ്ടു പോവുക 10,000 കോടി. സർക്കാർ ഒന്ന് കണ്ണടച്ചാൽ ഉദ്യോഗസ്ഥരും കരാറുകാരും തട്ടിക്കൊണ്ടു പോവുക 10,000 കോടി. എന്നിട്ടാണ് അങ്ങ് 1.5 ലക്ഷം ടൺ മണ്ണിൽ ഒരു മൺതരിയുടെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇളക്കമുണ്ടാകില്ല, സുതാര്യത ഉണ്ടാകും എന്ന് പറയുന്നത്. അങ്ങയുടെ മന്ത്രി ചൂണ്ടിക്കാട്ടുന്ന അനുഭവവും ഈ പറയുന്ന ടൺ കണക്കിനുള്ള മണ്ണിന്റെ സുതാര്യതയുടെ കണക്കും മണലിൽ എഴുതിയ വാചകം പോലെയേ ഉള്ളൂ ശ്രീ ഗോവിന്ദൻ മാഷ്. ഞാൻ ഇടവേളയ്ക്ക് പോകാൻ, ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.